ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇടത് വലതു മുന്നണികൾക്ക് അത്യന്തം നിർണായകമാണ്. ഓരോ മുന്നണിയും വോട്ടുറപ്പിക്കാൻ പരമാവധി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മുസ്ലിം വോട്ടുകളെ ആകർഷിക്കാൻ ആരാണ് ശ്രമിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. മുമ്പ് ഈ ന്യൂനപക്ഷ സംഘടനകൾ ആരെയാണോ പിന്തുണച്ചത് അവർക്ക് തന്നെയാണോ ഇപ്പോഴും ഇവരുടെ പിന്തുണ ഉണ്ടാവുക? ഇനി എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? ഇതൊക്കെ പൊതുജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. വെൽഫെയർ പാർട്ടി, PDP, SDPI എന്നീ സംഘടനകൾ ആരെ പിന്തുണയ്ക്കും എന്നത് മലബാർ മേഖലയിലെങ്കിലും നിർണായകമാണ്. നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന BJP സർക്കാരിനെ താഴെ ഇറക്കുകയാണ് മുസ്ലിം സംഘടനകളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ LDFനെയോ UDFനെയോ അവർക്ക് പിന്തുണയ്ക്കേണ്ടി വരും. NDA ഒരു കാരണവശാലും ഇവരുടെ അജണ്ടയിൽ ഉണ്ടാകില്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന മതസംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. 2019 തെരഞ്ഞെടുപ്പിൽ പരസ്യമായി UDFന് വേണ്ടി രംഗത്തിറങ്ങി വോട്ട് ചോദിച്ചിരുന്നു വെൽഫെയർ പാർട്ടിക്കാർ. 20 മണ്ഡലങ്ങളിലും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFനാണെന്ന് അവർ പരസ്യമായി പറയുകയും അത് നൽകുകയും ചെയ്തിരുന്നു. ഇത്തവണയും അത് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്യ പ്രചരണവും ഈ വെൽഫെയർ പാർട്ടി നടത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ വീട് തോറും കയറി വോട്ട് അഭ്യർത്ഥിച്ചു. വെൽഫെയർ പാർട്ടിക്ക് തന്നെ മത്സര രംഗത്ത് ഇറങ്ങിക്കൂടെ എന്ന് പാർട്ടിയിലെ ചില നേതാക്കളും അണികളുമൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്ന വെൽഫെയർ പാർട്ടി ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, പരസ്യമായി വീട് കയറി വോട്ട് പിടിക്കേണ്ട എന്നും അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടാകാം. അതായത് ഓരോ മണ്ഡലത്തിലും MPമാർ ചെയ്ത വികസനങ്ങളുടെ മുരടിപ്പ്, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയെ ഈ മുന്നണികൾ അവഗണിച്ചത്, ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ചർച്ചാ വിഷയമായി മാറിയ പൗരത്വ ഭേദഗതി വിഷയം, പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട്, ഇതടക്കം നിരവധി പ്രശ്നങ്ങളുണ്ട്. CAAക്കെതിരെ പ്രത്യക്ഷമായ എതിർപ്പ് പ്രകടിപ്പിച്ചത് CPMും ഇടത് സർക്കാരുമാണ്. പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസോ മുസ്ലിം ലീഗോ അത്തരമൊരു നിലപാട് വേഗത്തിൽ എടുത്തില്ല എന്നതും വലിയൊരു പ്രശ്നം തന്നെയാണ്. അതായത് ഭയന്നിരിക്കുന്ന മുസ്ലിം സമൂഹത്തോട് ഇവിടെ ഇത് നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. അതിൻ്റെ സാങ്കേതികത്വം അല്ലെങ്കിൽ ഇത് നടപ്പാക്കാതിരിക്കുമോ എന്നതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. ന്യൂനപക്ഷ സമുദായത്തിനൊപ്പം തങ്ങളുണ്ട് എന്നൊരു വലിയ സന്ദേശം നൽകാൻ CPMന് സാധിച്ചു. അത് സമുദായത്തിലെ അംഗങ്ങളെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി UDFന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരായ ആളുകൾ പോലും അതിനെ തള്ളിക്കളഞ്ഞേക്കും. അതായത് ആ സമുദായത്തെ സംരക്ഷിക്കുന്ന പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ വെൽഫെയർ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകാം. എന്ന് പറഞ്ഞാൽ സമുദായത്തിൽ നിന്ന് തന്നെ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നർത്ഥം. കഴിഞ്ഞ തവണ ബൂത്ത് തല പ്രവർത്തനങ്ങളിലെല്ലാം UDFനൊപ്പം ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും പൂർണ്ണമായി നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ CPM അവരുടെ ഇഫ്താർ സംഗമത്തിൽ പോലും പങ്കെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ അകൽച്ച കുറയുന്നു എന്നർത്ഥം. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമി എടുക്കുന്ന നിലപാടുകളിലും മാറ്റമുണ്ടാകും. 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലാണ് വെൽഫെയർ പാർട്ടി UDF അനുകൂല നിലപാട് ആദ്യമായി കൈക്കൊള്ളുന്നത്. UDFലെ ഒരു ഘടകകക്ഷിയെപ്പോലെ മലബാറിലെ പലയിടത്തും അവർ മത്സരിക്കാനെത്തി. ഇപ്പോഴും അവരൊന്നിച്ച് ഭരണം നടത്തുന്ന നിരവധി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മലബാർ മേഖലയിലുണ്ട്. മുസ്ലിം ലീഗിനും അവരെ കൊണ്ട് ചില്ലറ നേട്ടങ്ങളൊക്കെ ഉണ്ടായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് KPCC പ്രസിഡന്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചില പ്രസ്താവനകൾ നടത്തിയത് അവർക്കെതിരായി മാറി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിന്നവരാണെന്ന് പോലും ആലോചിക്കാതെ അവർക്കെതിരെ ആഞ്ഞടിച്ചു. അതായത് ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയാണെന്നാണ് AICC നിലപാടെടുത്തത്. അതുതന്നെയാണ് KPCCയുടെ നിലപാടും. എന്ന് വെച്ചാൽ തൻ്റെ നിലപാട് അത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അതോടെ വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസിനുണ്ടായിരുന്ന ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴുകയുണ്ടായി. പിന്നീട് വെൽഫെയർ പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിരുന്നു. അതിനുശേഷവും UDFുമായി, പ്രത്യേകിച്ച് ലീഗുമായി നല്ല ബന്ധമുണ്ടാക്കാൻ സാധിച്ചു.
പിന്നീട് കോൺഗ്രസ് നേതൃത്വവുമായി ആ ബന്ധം തുടരുകയാണ്. എന്ന് വെച്ചാൽ ഇത്തവണയും UDF തന്നെ പിന്തുണയുണ്ടാകാൻ സാധ്യത. പക്ഷേ ആക്റ്റീവായി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കാൻ അവർ മുതിരില്ല. വെൽഫെയർ പാർട്ടിയുടെ വോട്ടല്ല, അവരുടെ പ്രചരണത്തെയാണ് CPM ഭയക്കുന്നത്. അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ നിയന്ത്രണത്തിൽ ഒരു ചാനലും പത്രവും ഒക്കെയുണ്ട്. അതിൽ LDFനെതിരായി തുടർച്ചയായി വാർത്തകൾ സൃഷ്ടിച്ചാൽ പ്രത്യേക രാഷ്ട്രീയ നിലപാടൊന്നുമില്ലാത്ത ന്യൂനപക്ഷങ്ങളെ അത് സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് തന്നെ തങ്ങളെ അനുകൂലിച്ചില്ലെങ്കിലും എതിർക്കരുത് എന്ന പ്രാർത്ഥനയാണ് CPMനുള്ളത്. അതുപോലെ തന്നെ PDPയുടെ നിലപാട് എക്കാലവും ഇടതുമുന്നണിക്കായിരുന്നു. പരമ്പരാഗതമായി ചെയ്തിരുന്ന ആ പിന്തുണ ഇത്തവണയും തുടരാൻ സാധ്യതയുണ്ട്. 2009 പൊന്നാനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അബ്ദുൽ നാസർ മദനിക്കൊപ്പം പിണറായി വിജയൻ വേദി പങ്കിട്ടിരുന്നു. അന്ന് അത് വലിയ ചർച്ചാ വിഷയമായി മാറിയതാണ്. പിണറായി വിജയൻ അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. VS അതിനെ വിമർശിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്തായാലും അന്ന് തുടങ്ങിയ ബന്ധത്തിലിടയ്ക്ക് ചില വിള്ളലുകൾ ഉണ്ടായെങ്കിലും വീണ്ടും അത് ഒന്നിച്ചു ചേർന്നു. പണ്ടുള്ളതുപോലെ PDPക്ക് ഇപ്പോൾ വലിയ രാഷ്ട്രീയ പിൻബലമോ അല്ലെങ്കിൽ അണികളുടെ ഒരു കൂട്ടായ്മയോ ഒന്നുമില്ല. എന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളില്ലെങ്കിലും അവരുടെ വോട്ട് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട്. കൊല്ലം, പൊന്നാനി മണ്ഡലങ്ങളിലൊക്കെയാണ് കുറച്ചെങ്കിലും PDPക്ക് സ്വാധീനമുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി സ്വാധീനം അവർക്ക് ചെലുത്താൻ സാധിച്ചേനെ. ഇപ്പോൾ മദനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നാട്ടിലുണ്ടെങ്കിലും അദ്ദേഹം ഏറെ ക്ഷീണിതനാണ്. അതുകൊണ്ട് തന്നെ ഒരു പരസ്യ പ്രചരണത്തിന് മദനിയും ഇറങ്ങാൻ സാധ്യതയില്ല. CAA വിഷയം, രാമക്ഷേത്ര വിഷയം, പലസ്തീൻ ഇസ്രായേൽ വിഷയം, ഇതിലെല്ലാം CPMമാണ് കൃത്യമായ നിലപാടെടുത്തതെന്നും PDP കണക്ക് കൂട്ടുന്നുണ്ട്. അതുപോലെ ഒരു തീരുമാനം കോൺഗ്രസിന് എടുക്കാൻ സാധിച്ചില്ല. എന്ന് വെച്ചാൽ ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ CPMനെ ഇത് സഹായിച്ചു. ഇടതുമുന്നണി നൈറ്റ് മാർച്ച് അടക്കം നടത്തി മുസ്ലിം സമുദായത്തിനൊപ്പമാണെന്ന സന്ദേശം നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ PDPയുടെ പിന്തുണ എന്തായാലും ഇടതുമുന്നണിക്ക് തന്നെയാകും. എന്നാൽ SDPI പൊന്നാനിയിലും മലപ്പുറത്തും ഇരു മുന്നണികൾക്കുമെതിരെ മത്സരിക്കാനാണ് സാധ്യത. അതായത് ഈ 2 മണ്ഡലത്തിലടക്കം ഏതാണ്ട് 12 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ അവർ ആലോചിക്കുന്നുണ്ട്. എന്നാൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതോടെ ജനങ്ങൾ അവരിൽ നിന്ന് അകന്നു തുടങ്ങി. ഇനി രഹസ്യമായ പിന്തുണ ഇടതുമുന്നണിക്കോ വലതുമുന്നണിക്കോ നൽകില്ല. വോട്ട് ആവശ്യമുള്ള മുന്നണി അത് ചോദിക്കണം. അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് പരസ്യമായി തന്നെ വോട്ട് നൽകുമെന്നും SDPI പറയുന്നു. എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ SDPIയുടെ തീവ്രവാദ നിലപാടുള്ളവരുടെ വോട്ടുകൾ സ്വീകരിക്കുന്നുവെന്ന് ഇടതുമുന്നണിയോ വലതുമുന്നണിയോ പരസ്യമായി സമ്മതിക്കേണ്ടി വരും. അല്ലെങ്കിൽ 12 ലോക്സഭാ മണ്ഡലങ്ങളിലും അവർ മത്സരിക്കും. എന്നാൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടുകൂടി അവരുടെ ഈ ഫണ്ടിൻ്റെ ഒരു വരവ് അത് പൂർണ്ണമായും നിലച്ചു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനുള്ള പണം കണ്ടെത്താൻ അവർ ഏറെ ബുദ്ധിമുട്ടും. കഴിഞ്ഞ തവണ 9 ഇടത്താണ് ഈ പറയുന്ന SDPI മത്സരിച്ചത്. മലപ്പുറത്ത് ഏതാണ്ട് 1,00,000-ഓളം വോട്ട് പിടിക്കാനും അവർക്ക് സാധിച്ചു. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടെ അതിൽ പ്രവർത്തിച്ചിരുന്ന അണികളിൽ വലിയൊരു പങ്ക് മുസ്ലിം ലീഗിലേക്കും CPMലേക്കുമൊക്കെ ചേക്കേറിയെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പിന്തുണ ഈ പാർട്ടികൾക്ക് ലഭിക്കുമെന്നും കരുതപ്പെടുന്നു. സാമ്പത്തിക ശേഷി വളരെ കുറഞ്ഞതോടുകൂടി SDPI ഇപ്പോൾ നിലപാട് പരസ്യമായി വ്യക്തമാക്കിയിട്ടില്ല. കേരളത്തിലെ നേതാക്കളെല്ലാം തന്നെ ജയിലിലാണ്. അതായത് നസറുദ്ദീൻ എളമരമടക്കം എല്ലാ രാഷ്ട്രീയക്കാരുമായി ബന്ധമുള്ള ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു മുഖമായിരുന്നു അദ്ദേഹം അടക്കം ജയിലിലാണ്. അതുകൊണ്ട് അവർക്ക് കൃത്യമായൊരു നേതൃത്വം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനും തൃശ്ശൂരിൽ K മുരളീധരനും വോട്ട് ചെയ്യാനാണ് SDPIയുടെ നിലവിലുള്ള തീരുമാനം. എന്നാൽ ജയസാധ്യത തൃശ്ശൂരിൽ സുനിൽകുമാറിലാണെങ്കിൽ അവർ ഒരുപക്ഷെ നിലപാട് മാറ്റി ഇടതുമുന്നണിക്ക് പിന്തുണ നൽകും. പൊന്നാനിയിലും മലപ്പുറത്തും മത്സരിച്ചാൽ കുറച്ചധികം വോട്ടുകളൊക്കെ SDPIക്ക് പിടിക്കാനാകുമെങ്കിലും മറ്റൊരു മണ്ഡലത്തിലും 10,000 വോട്ട് തികച്ചു പിടിക്കാൻ ഇപ്പോൾ SDPIക്ക് സാധിക്കില്ല. വടകരയിൽ നേരത്തെ സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ തവണ അവർ K മുരളീധരന് വോട്ട് മറിച്ച് നൽകിയെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും വോട്ട് കുറഞ്ഞാൽ അവരുടെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടാം എന്നതിനാൽ വോട്ട് ലഭിക്കാത്ത മണ്ഡലങ്ങളിൽ SDPI മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ സാധ്യതയില്ല. അപ്പോൾ അവർ ഏത് മുന്നണിക്കാണ് വോട്ട് ആവശ്യമുള്ളത് അവർക്കൊപ്പം നിൽക്കാനാണ് സാധ്യത. എന്നാൽ ഇടത് വലതു മുന്നണികൾ ഈ തീവ്രവാദ സംഘടനകളുടെ വോട്ട് പരസ്യമായി ചോദിക്കാൻ സാധ്യതയില്ല.
കേരയിൽ സമരത്തിൽ ഉൾപ്പെടെ വെൽഫെയർ പാർട്ടി മുൻപന്തിയിൽ നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് നരേന്ദ്രമോദിക്കെതിരെ ഒരു നിലപാടെടുത്തു. അതുപോലെ തന്നെ പിണറായിക്കെതിരെയും അവർ കേരളത്തിൽ നിലപാടെടുക്കേണ്ടതാണ്. എന്നാൽ വെൽഫെയർ പാർട്ടി ഇവിടെ നിലപാട് വ്യത്യസ്തമാണ് സ്വീകരിക്കുക. PDP-യെക്കാളും SDP-യെക്കാളും ഒക്കെ മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കാനുള്ള സംവിധാനം വെൽഫെയർ പാർട്ടിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള പത്രവും ചാനലുമൊക്കെ ഏത് രീതിയിലാണോ വാർത്തകൾ സൃഷ്ടിക്കുക അത് ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കും എന്നത് ഉറപ്പാണ്. മാത്രമല്ല എളമരം കരീം നേരത്തെ ഈ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ആളാണ്. എന്നാൽ അദ്ദേഹം കോഴിക്കോട്ട് സ്ഥാനാർത്ഥിയായി വന്നതോടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ പറയുന്ന ഇഫ്താർ വിരുന്നിലടക്കം പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല പല നേതാക്കളും ഈ വെൽഫെയർ പാർട്ടിയോട് വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്നുണ്ട്, അല്ലെങ്കിൽ വോട്ട് ചെയ്യണം, സഹായിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നേതാക്കൾ പറയുന്നത് എന്താ, ഏത് മുന്നണിയാണോ തങ്ങളുടെ അടുത്ത് വോട്ട് അഭ്യർത്ഥിക്കുന്നത് അതിൻ്റെ നേതാക്കൾ പരസ്യമായി ചോദിക്കണം, എങ്കിൽ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കാം. അപ്പോൾ UDF-നൊപ്പം പരസ്യ പ്രചരണത്തിന് ഇറങ്ങാതെ നിൽക്കുന്നത് എന്തായാലും LDF-ന് ഗുണകരമാകുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പം SDP-യുടെ നിലപാട്, PDP-യുടെ നിലപാട്, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ നിലപാട്, ഇതെല്ലാം തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. ഈ വോട്ടുകളൊന്നും NDA-ക്ക് ലഭിക്കുകയുമില്ല. അതായത് നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ ആർക്കൊപ്പമാണ് ഈ മുസ്ലിം സംഘടനകൾ നിലകൊള്ളുക എന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമാണ്.